നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 54 വാല്യങ്ങളിലായി 15,000 പേജുകളിൽ 134 രേഖകൾ ഉൾപ്പെടുന്ന SFIO റിപ്പോർട്ടിൽ പ്രതിപക്ഷ നേതാവിന്റെ മകൾ കുരുങ്ങുമോ? എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്? കേരളം കാത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അധികം വൈകാതെ അറിയാം. SFIO റിപ്പോർട്ടും വീണ വിജയൻ ആദ്യ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴിയും തമ്മിൽ ധാരാളം വൈരുദ്ധ്യമുണ്ടെന്ന് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതിക്കൂട്ടിലായ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വൻ വഴിത്തിരിവാണ് സംഭവിച്ചിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള 134 നിർണായക രേഖകൾ ഒടുവിൽ ഇഡിക്ക് ലഭിച്ചു. വീണ വിജയൻ എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഔദ്യോഗികമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി. വീണയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് ഈ റിപ്പോർട്ട് സഹായമാകും. SFIO രേഖകൾ പ്രകാരം സുപ്രധാന വിവരങ്ങളിൽ വീണ വിജയനോട് ചോദ്യങ്ങൾ ഉയരും. കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിൽ നിർണായക ചോദ്യങ്ങളിൽ കൃത്യമായ ഉത്തരം ഇഡിക്ക് ലഭിച്ചിരുന്നില്ല. കൊച്ചിയിലെ പ്രത്യേക PMLA കോടതിയിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിലെ രേഖകളാണ് ഇഡിയുടെ അപേക്ഷ പ്രകാരം ലഭിച്ചത്. SFIOയ്ക്ക് വീണ നൽകിയ മൊഴി, CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ, എക്സാലോജിക്കും CMRLും തമ്മിലുള്ള കത്തിടപാടുകൾ, കരാറുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 17 നൽകാൻ കോടതി നിർദ്ദേശിച്ച രേഖകളാണിവ. പകർപ്പുകൾ സർട്ടിഫൈ ചെയ്ത് നൽകേണ്ടതിനാലാണ് വൈകിയത്. കൊച്ചിയിലെ കമ്പനികാര്യ കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് രേഖകൾ കൈമാറിയത്. ഇഡിക്ക് സമർപ്പിച്ച രേഖകൾ ലഭ്യമായത് അന്വേഷണ സംഘത്തിന് വൻ കരുത്താകും. രേഖകൾ വിട്ടുകിട്ടണമെന്ന ഇഡിയുടെ അപേക്ഷയെ CMRL കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ ഈ തടസ്സവാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് രേഖകൾ കൈമാറാൻ കോടതി ഉത്തരവിട്ടത്. ഉത്തരവുണ്ടായിട്ടും രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഇഡിക്ക് ലഭിക്കാൻ നേരിട്ട കാലതാമസം അന്വേഷണത്തെ മുൻപ് പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഒടുവിൽ രേഖകൾ കൈപ്പറ്റിയതോടെ അന്വേഷണം ദ്രുതഗതിയിലാക്കാനാണ് ഇഡിയുടെ നീക്കം. പുതുതായി ലഭിച്ച 134 ഡിജിറ്റൽ സാമ്പത്തിക രേഖകളും തെളിവുകളും മുൻനിർത്തിയാണ് കൊച്ചിയിൽ 2ാം ഘട്ട ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴികളും ഈ രേഖകളും തമ്മിൽ ഒത്തുനോക്കി വീണയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇത് വീണ വിജയനെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ കരുതലോടെയാണ്. ലഭ്യമായ മുഴുവൻ മൊഴികളും രേഖകളും വിശദമായ വിശകലനത്തിന് വിധേയമാക്കുകയാണ് ആദ്യ ചുവട്. അതേസമയം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും മാത്രമല്ല, അതിനും അപ്പുറമുള്ള സാധ്യതകളിലേക്ക് കൂടി വഴി തുറക്കുന്നതായിരിക്കും ഏജൻസിയുടെ അടുത്ത നീക്കങ്ങൾ എന്നുമാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. പണം കൈമാറിയ CMRL അധികൃതരെയും പണം കൈപ്പറ്റിയ എക്സാലോജിക് ഉടമ വീണയെയും ചോദ്യം ചെയ്തതോടെ ഇഡിക്ക് പ്രാഥമിക ഡിജിറ്റൽ രേഖാമൂലമുള്ള തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി ഓഫീസിൽ വെച്ച് വീണയെ ഏകദേശം 8 മണിക്കൂറോളം ഇഡി തുടർച്ചയായി ചോദ്യം ചെയ്തിരുന്നു. എക്സാലോജിക് കമ്പനിക്ക് CMRL നൽകിയ 2,78,00,000 രൂപയ്ക്ക് പകരമായി എന്ത് സേവനമാണ് തിരിച്ച് നൽകിയതെന്നും ശശീന്ദ്രൻ കർത്തയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിയ 50 ലക്ഷം രൂപയുടെ വായ്പയെക്കുറിച്ചുള്ള കൃത്യമായ മറുപടികളുമാണ് ഇഡി ആവശ്യപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ തെളിവുകളുടെയും മൊഴികളുടെയും ശാസ്ത്രീയ വിശകലനത്തിനാണ് ഇപ്പോൾ മുൻഗണന നൽകുകയെന്ന് ഇഡി വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ വീണയ്ക്ക് പല ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ മെയ് 27-ന് തിരുവനന്തപുരം, കണ്ണൂർ, ബംഗളൂരു അടക്കം 10 കേന്ദ്രങ്ങളിൽ ഇഡി നടത്തിയ വ്യാപക റെയ്ഡുകളിൽ നിരവധി ഡിജിറ്റൽ തെളിവുകളും ബാങ്ക് രേഖകളും പിടിച്ചെടുത്തിരുന്നു. ഇതോടൊപ്പം CMRL ഡയറക്ടർമാരുടെയും വീണയുടെയും മൊഴികൾ പരസ്പരം ഒത്തുനോക്കുകയാണ് ഇഡിയുടെ ആദ്യപടി. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോ എന്നും സേവനം നൽകിയെന്ന് അവകാശപ്പെടുന്ന IT പ്രൊജക്ടുകളുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ് യഥാർത്ഥത്തിലുള്ളതാണോ എന്നും ഫോറൻസിക് പരിശോധനയിലൂടെ ഇഡി ഉറപ്പുവരുത്തും. CMRL MD ശശീന്ദ്രൻ കർത്തയുടെ ഭാര്യ ജയ S കർത്ത, മകൻ ശരൺ S കർത്ത, മകൾ ഷിബി S കർത്ത, CMRL ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇഡി ചോദ്യം ചെയ്തിരുന്നു. പല മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഇത് പരിഹരിക്കുന്നതിന് CMRL ഉദ്യോഗസ്ഥരെയും വീണയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. CMRL നിന്ന് എക്സാലോജിക്ക് സ്വീകരിച്ചതായി കണ്ടെത്തിയ 2,78,00,000 രൂപ കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണമാണെന്നാണ് ഇഡി സംശയിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18,36,00,000 രൂപ ഇഡി ഇതിനകം മരവിപ്പിച്ചിട്ടുണ്ട്.
വീണയുടെ വ്യക്തിപരമായ സ്വത്തുക്കളുടെയും എക്സാലോജിക്കിന്റെ ആസ്തികളുടെയും വിവരങ്ങളും ED ശേഖരിച്ചവയിൽ ഉൾപ്പെടുന്നു. ഈ പണം ഉപയോഗിച്ചാണ് സ്വത്തുക്കൾ വാങ്ങിയതെന്ന് തെളിഞ്ഞാൽ PMLA നിയമപ്രകാരം താൽക്കാലികമായി സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് EDക്ക് നീങ്ങാം. SFIO രേഖകൾ പൂർണ്ണമായി കൈപ്പറ്റുന്നതോടെ അന്വേഷണത്തിന് കൂടുതൽ ശക്തമായ നിയമസാധുത ലഭിക്കുമെന്നാണ് ED വൃത്തങ്ങൾ പറയുന്നത്. CMRL കമ്പനി കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടിയോളം രൂപ വ്യാജ ചെലവുകളായി കാണിച്ച് പലർക്കും കൈക്കൂലിയായി മാസപ്പടിയായി നൽകിയിട്ടുണ്ടെന്നാണ് SFIO കണ്ടെത്തിയിട്ടുള്ളത്. അതിനാൽ അന്വേഷണം വീണയിലേക്ക് മാത്രമല്ല കർത്തയുടെ കുടുംബത്തിന്റെ ഡയറിയിലുള്ള മറ്റു പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവരിലേക്ക് വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് സമൻസ് ലഭിക്കും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ലഭ്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ 172 ചോദ്യങ്ങൾക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയോട് ആദ്യഘട്ടത്തിൽ ഉത്തരം തേടിയത്. ആദായ നികുതി വകുപ്പ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവരുടെ കണ്ടെത്തലുകളുടെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. 2 കമ്പനികളുമായി 2017 to 2021 കാലയളവിൽ നടത്തിയ 2,78,00,000 രൂപയോടെ കൺസൾട്ടൻസി ഫീസ് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണെന്നായിരുന്നു വീണയുടെ മറുപടി. എക്സാലോജിക് കമ്പനിയുടെ കൺസൾട്ടൻസി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം ബംഗളൂരു ഓഫീസിലാണെന്നും അന്നത്തെ പല കാര്യങ്ങളും ഓർക്കുന്നില്ലെന്നും പല ചോദ്യങ്ങൾക്കും വീണ മറുപടി പറഞ്ഞു. മനസ്സറിവില്ലെന്ന വീണയുടെ മറുപടി പിന്നെ ആർക്കാണ് ഈ ഇടപാടിൽ മനസ്സറിവുള്ളതെന്ന് കണ്ടെത്തേണ്ട ബാധ്യതയാണിപ്പോൾ EDക്ക് മേൽ വരുത്തിയിരിക്കുന്നത്. പണം നൽകിയ CMRL ഉടമകൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴികളും വീണയുടെ മൊഴികളും പരിശോധിക്കുന്ന ജോലികൾ ഇന്നലെ തന്നെ ED തുടങ്ങി. CMRL കമ്പനി ഉടമ SN ശശീന്ദ്രൻ കർത്തയുടെ ഭാര്യ JS കർത്ത, മകൾ ഷിബി S കർത്ത എന്നിവരുടെ മൊഴികൾ ഈ കേസിൽ നിർണായകമാകുമെന്നാണ് സൂചന. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നിവർക്കും SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് കൈമാറിയിട്ടുണ്ട്. പ്രതികൾ അന്യായമായി കൈവശപ്പെടുത്തിയ തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ നടപടികൾ ആരംഭിക്കും. നിയമവിരുദ്ധ മാർഗത്തിലൂടെ ലാഭം നേടിയ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പണം തിരിച്ചുപിടിക്കാൻ കമ്പനി ലോ ട്രൈബ്യൂണലിന് അധികാരമുണ്ട്. കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ SFIO സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ പ്രതിമാസം 3 ലക്ഷം രൂപ CMRL നൽകിയതായി കമ്പനി രേഖകളിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വീണയുടെ മൊഴികളിൽ നിന്നും കണ്ടെത്തിയതായി പറയുന്നു. ഇരു കമ്പനികളും തമ്മിൽ സോഫ്റ്റ്വെയർ നൽകുന്നതിന് പുറമെ വാർഷിക പരിപാലന കരാറും ഉണ്ടായിരുന്നെങ്കിലും പ്രത്യേകിച്ച് ഒരു സേവനവും നൽകാതെയാണ് മാസപ്പടിയായി 3 ലക്ഷം രൂപ നൽകിയിരുന്നത്. ഈ പണമാണ് തിരികെ നൽകേണ്ടി വരുന്നത്. ഇതുകൂടാതെ 5 ലക്ഷം രൂപ മാസപ്പടിയായി വീണ നേരിട്ട് കൈപ്പറ്റിയിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ 8 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് CMRL കമ്പനി ഒരു സേവനം നൽകാതിരുന്നിട്ട് മാസം തോറും നൽകി പോകുന്നത്. ഈ ഇടപാടുകളെല്ലാം കുഴപ്പമാണെന്നാണ് SFIOയുടെ കണ്ടെത്തൽ. സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുന്നതിനാണ് CMRLും എക്സാലോജിക്കും തമ്മിൽ കരാർ ഉണ്ടായിരുന്നതെങ്കിലും സേവനമൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ CMRL മറ്റൊരു IT കമ്പനിയായ ATNA ടെക്നോളജീസ് എന്ന സ്ഥാപനത്തെ ഏർപ്പെടുത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പണം ഒരാളും പണി മറ്റൊരാളും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. വീണയുടെ കമ്പനിക്ക് നൽകിയതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് അവർക്ക് കരാർ നൽകിയത്. കാരണം അവർക്ക് ഉന്നത ബന്ധങ്ങളില്ല. മെച്ചപ്പെട്ട സേവനം ഇവർ CMRLന് നൽകിയതായും രേഖകളുണ്ട്. ഇതിന്റെ മുഴുവൻ തെളിവുകളും കേന്ദ്രം കൈമാറി. പ്രത്യക്ഷത്തിൽ ഒരു കരാർ ഉണ്ടാക്കി അതിന്റെ മറവിൽ വീണയുടെ കമ്പനിയും CMRL നടത്തിയ ഇടപാടുകൾ ദുരൂഹവും തട്ടിപ്പുമാണെന്ന് SFIO റിപ്പോർട്ടിലുണ്ട്. CMRL നിന്ന് പണം പരമാവധി അടിച്ചു മാറ്റുക എന്ന ഉദ്ദേശം മാത്രമാണ് വീണയ്ക്കും അവരുടെ കമ്പനിക്കും ഉണ്ടായിരുന്നതെന്ന് കുറ്റപത്രത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. CMRLന് സർക്കാരിൽ പങ്കാളിത്തമുണ്ട്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശീന്ദ്രൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ കർത്ത, വീണ എന്നിവർക്ക് പുറമെ CMRLിലെ മുതിർന്ന ചില ഉദ്യോഗസ്ഥരും SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതികളാണ്. ശശീന്ദ്രൻ കർത്തായും വീണയും ചേർന്ന് നടത്തിയ പണാപഹരണ തട്ടിപ്പാണ് കേസിന്റെ പ്രധാന കണ്ടെത്തൽ. CMRL കമ്പനിയിൽ നിന്ന് മാലിന്യ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനെന്ന പേരിൽ 139 കോടി രൂപ വാടക ഇനത്തിലും മറ്റൊരു 43 കോടി മറ്റു ചില ഇടപാടുകൾക്ക് നൽകിയതായി കമ്പനിയുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ 182 കോടി രൂപ ദുരൂഹ ഇടപാടിലൂടെ അടിച്ചു മാറ്റിയതായും SFIO കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KSIDCക്ക് CMRL കമ്പനിയിൽ 13% ഓഹരി പങ്കാളിത്തമുണ്ട്. എന്നാൽ മാസപ്പടി ഇടപാടിൽ KSIDCക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും SFIO കണ്ടെത്തിയിട്ടുണ്ട്.
മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ SFIO കുറ്റപത്രത്തിലുള്ളത് ഗുരുതര കണ്ടെത്തലുകളാണ്. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രകയാണ് വീണയെന്ന് SFIO പറയുന്നു. എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടേക്കായിരുന്നെന്നും കുറ്റപത്രം വിശദീകരിക്കുന്നു. പ്രതിവർഷം 66 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. CMRLുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യ വരുമാനം. 2017 മുതൽ 19 വരെ കാലയളവിൽ CMRLുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം 5 ലക്ഷം രൂപ CMRൽ നിന്ന് വീണയുടെ പേരിലെത്തി. കമ്പനിയുടെ പേരിലും 3 ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. വായ്പാ തുക വകമാറ്റി വീണ ക്രമക്കേട് കാട്ടിയെന്നാണ് റിപ്പോർട്ട്. CMRലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും വീണ വിജയൻ കടമായി 50 ലക്ഷം രൂപ വാങ്ങിയെന്നും CMRൽ നിന്ന് പ്രതിമാസം ലഭിച്ച പണം ഉപയോഗിച്ചാണെന്ന് റിപ്പോർട്ടിലുണ്ട്. CMRലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ 25 ലക്ഷം രൂപ 2 തവണയായിട്ടാണ് വീണ കടം വാങ്ങിയത്. CMRൽ ഉടമ ശശീന്ദ്രൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത്. CMRൽ നിന്ന് വീണയ്ക്കും എക്സാലോജിക്കിലും പ്രതിമാസം കിട്ടിയത് 8 ലക്ഷം രൂപയാണ്. CMRൽ നിന്ന് കിട്ടിയ ഈ പണം എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലെ ലോൺ തുക തിരികെ അടയ്ക്കാൻ വീണ ഉപയോഗിച്ചു. 4 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇങ്ങനെ കിട്ടിയ പണമാണ് ശശീന്ദ്രൻ കർത്തയുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വകമാറ്റി നൽകിയത്. ഇതുവഴി സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള CMRലിന് സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും SFIO റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.